മരുമോനെ നിനക്കറിയാലോ മനുഷ്യനെ മനസ്സിലാക്കാൻ അമ്മാവന് മനസ്സിലാവുന്ന നിനക്ക് വേറെ ആർക്കും മനസ്സിലാവില്ലെന്ന് നിനക്ക് മനസ്സിലാവില്ല മരുമോനെ. അപ്പോൾ നീ മിണ്ടണ്ട, നീ നിന്റെ അമ്മായിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട. അവളെ ഞാൻ കട്ട് ചെയ്തു പോണം, എന്നെ കട്ട് ചെയ്തു. നീ അവളെക്കുറിച്ച് പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വിളിക്കണ്ട. എടാ ഏതെങ്കിലും മനുഷ്യൻ മടലെടുത്ത് പെടലിക്കടിക്കുമോ മനുഷ്യൻ്റെ? ഞാൻ അതും കൊണ്ടു എൻ്റെ കൊച്ചുങ്ങളുടെ തള്ളയല്ലേ വിള്, അതുകൊണ്ട് ക്ഷമിക്കണമല്ലോ. കുടുംബമാകുമ്പോൾ അങ്ങനെയൊക്കെ പോണ്ടേ. എന്നിട്ട് അവളെന്ത് ചെയ്തു? എൻ്റെ വസ്തു മകളെ എഴുതി പഠിച്ചിട്ട് എന്നെ വഴിയിൽ ഇറക്കി വിട്ടറാ. ഏതെങ്കിലും പെണ്ണുങ്ങൾ ചെയ്യുന്നതാണ് അങ്ങനെ. ഞാൻ ഇതെങ്ങനെ സഹിക്കും? എനിക്ക് സഹിക്കാൻ പറ്റൂല. അവളിപ്പോ എന്നെ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്, ഞാനങ്ങനെ വീഴ്ത്തൊന്നുമില്ല. അത് ചേട്ടാ ചേട്ടോ മരുമോനെ, എടാ എന്തിനാടാ നീ കട്ട് ചെയ്തത്? കട്ട് ചെയ്തില്ലേ? ഞാൻ കട്ട് ചെയ്തില്ല. എടാ ഞാൻ കട്ട് ചെയ്തില്ലെങ്കിൽ നീ കട്ട് ചെയ്തില്ലെങ്കിൽ ശരി തന്നെ. ഞാൻ അവളെ കട്ട് ചെയ്തു, നീ അവളെ കുറിച്ച് എന്നോട് പറയണ്ട. എടാ എന്നെ വഴിയിൽ ഇറക്കി വിട്ടുള്ളതാണ് അവള്, അറിയോ? എടാ ഞാൻ ഈ കണ്ണീരിന്റെയും വിഷമത്തിന്റെയും മുമ്പ് ഞാൻ വീഴുന്ന ഒരാളാണ്, അറിയല്ലേ? മരുമോനെ ഒന്ന് കട്ട് ചെയ്യില്ലടാ. ഒന്നുമില്ല മരുമോനെ, ഞാനൊരു കാര്യം പറയാം. ആ ഭദ്രാളിയോടെ പറഞ്ഞാൽ എന്നെ വിളിക്കരുത് അവള്, കേട്ടോ? മരുമോനെ കട്ട് ചെയ്യില്ലേ? അതെ, ഞാൻ ചെയ്ത് ഇടിച്ച ഒരു പയ്യനെ അവിടെ നിന്ന് കരയുന്ന അവനെന്തോ പറ്റി കേട്ടോ. കട്ട് ചെയ്യില്ല മരുമോനെ, ഞാൻ ചോദിക്കട്ടെ മോനെ. മരുമോനെ എന്ത് പറ്റി മോനെ? വീണപ്പോ എന്തെങ്കിലും പറ്റിയാ? മാമ തട്ടിയപ്പോ? മരുമോനെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. വിഷമിക്കണ്ട, ഞാൻ ചോദിക്കട്ടെ. കട്ടിയില്ലേ? പിന്നെ എന്തിന്റെ കരയുന്ന മോയി? മക്കളാ? നീ അച്ഛനാണ്? അച്ഛനാണ് കേട്ടോ. അവന്റെ മക്കളെ കുറിച്ച് എത്ര മക്കള്? അയ്യോ 2 മക്കള്. മക്കളെ ഈ 2 മക്കളെ കുറിച്ച് ഓർത്ത് അവൻ ഇന്ന് കരയാ. കൊച്ചുങ്ങൾക്ക് എന്ത് പറ്റിയാന്തോ? എന്ത് പറ്റി മരുമോനെ? പിള്ളേർക്കൊന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ലേ? പിള്ളേർക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടാ. വിഷമിക്കണ്ട. എന്നാലും ഞാൻ അവൻ കരയുന്നുണ്ടെന്ന് ചോദിക്കട്ടെ. കട്ടിയില്ല, ഇവിടെ വേറെ ആരും ഇല്ല. മരുമോൻ എന്തിനാ കരയുന്ന? മരുമോൻ കാര്യം പറ. എന്റെ പെണ്ണുപിള്ള വീട്ടിൽ കയറ്റത്തില്ല. പെണ്ണുമ്പിള്ള വീട്ടിൽ കയറ്റത്തില്ലേ? ഇല്ല. എന്ത് കാര്യം? അവളെന്റെ കൊച്ചുങ്ങളെ കാണിക്കുന്നില്ല. മരുമോനെ കൊച്ചുങ്ങളെ കാണിക്കുന്നില്ല, പെണ്ണുമ്പിള്ള വീട്ടിൽ കയറ്റി. എടാ നിന്റെ അമ്മായിയുടെ അതാണ് കേട്ടോ. നമ്മുടെ മനസ്സിലായ ശ്രീകുട്ടന്റെ അതേപോലെടാ. അമ്മായിക്കെട്ട് വേല, അതൊക്കും വേല. നിന്റെ അമ്മായിക്കെട്ടിലും വേല. അവള് ഭദ്രകാളിയാ, ഭദ്രകാളി കേട്ടാ. വടയക്ഷിയാണെന്ന്, വടയക്ഷി. എടാ അവളെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. നമ്മള് ശ്രീകുട്ടൻ മരിച്ചുപോയ ശ്രീകുട്ടനെ പോലത്തെ ഒരു തക്കുട് പോണ്ട. അവന്ന് കരയുന്ന അവൻ ഇനി ജീവിതമുള്ള ഇതങ്ങനെ വിട്ടൂടാ. മോനെ നീ കട്ടിയല്ലേ? മരുമോനെ കട്ടിയല്ലേ കേട്ടാ. മരുമോനെ നിന്റെ ഒരു വസ്തു കൊണ്ടാ അവളെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടാ? എഴുതി വെക്കരുത്, എഴുതി വെക്കരുത്. നിനക്ക് 2 കൊച്ചുങ്ങളുണ്ടല്ലോ, അത് നിന്റെ രക്തത്തിൽ പറഞ്ഞ തന്നെ അല്ലേ? ആണ്. ഓക്കെ, അപ്പോഴൊരു കാര്യം ചെയ്യണം. നിന്റെ കൊച്ചുങ്ങൾക്ക് നീ കൊടുത്തോ, അവർക്ക് എഴുതി കൊടുക്കരുത്. ഇനി നിന്റെ അമ്മാവനുണ്ട്, സ്വന്തം അമ്മാവൻ തന്നെ കേട്ടാ. നീ എന്റെ ശ്രീകുട്ടനാണ്, കരയരുത് കേട്ടോ മക്കളെ. കരയരുത് കേട്ടോ. ധൈര്യമായിട്ടിരി കേട്ടോ. മരുമോനെ ഞാനേ അവനൊന്ന് ആശ്വസിപ്പിക്കട്ടെ കേട്ടോ. നല്ല പയ്യൻ, നല്ല നമ്മുടെ ശ്രീകുട്ടൻ തന്നെ കേട്ടോ, നമ്മുടെ പൊന്നു മോൻ തന്നെ. അയ്യോ പിന്നെ ഞാൻ അവനൊന്ന് ആശ്വസിപ്പിക്കട്ടെ കേട്ടോ. കട്ടിയില്ല നീ മോൻ കരയണ്ട. പറഞ്ഞേക്ക്, ആൺകുട്ടിയാണ്, ഇനി മേല കരയരുത്. 2 കുട്ടികളുടെ അച്ഛനാണ്. ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞാണ്, സങ്കീർണവും നിർണ്ണയിക്കാൻ പറ്റാത്തതാണ്. അപ്പോ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ സധൈര്യം നേരിടുക തന്നെ വേണം. ഓക്കെ? പോസിറ്റീവ് മാൻ, പോസിറ്റീവ്, പോസിറ്റീവ് ഡാ, പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് മാൻ. മോനെ അവൻ പോസിറ്റീവ് കേട്ടോ. അവൻ നെഗറ്റീവ് ആവല്ലേ, നെഗറ്റീവ് ആവല്ലേ ശ്രീകുട്ടാ. നെഗറ്റീവ് ആവല്ലേ, നെഗറ്റീവ് ആവട്ടെ മോൻ കേട്ടോ. നെഗറ്റീവ് ആയാലും വീട്ടിൽ കേട്ടു. നെഗറ്റീവ് ആയാലും വീട്ടിൽ കേട്ടു. കൊറോണ കാരണം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എന്റെ കൊച്ചുങ്ങളെ കാണാൻ ഓടിച്ചെന്നാണ്. വീട്ടിൽ കയറണ്ട, പൊക്കോ. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടി വീട്ടിൽ പോയി. കേട്ടില്ല, കൊച്ചുങ്ങളെ കണ്ടു. മരുമോനെ കേട്ടാ. പിടിച്ചു മക്കളെ കൈ പറ്റ. നീ കട്ടി മരുമോനെ അങ്ങനെ പറയില്ല. പട്ടി പോങ്ങ നടക്കും, പോങ്ങാടാ. ഈ പോസിറ്റീവ്